ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2026 മോഡൽ ടാറ്റ സിആർഎയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും തരുന്ന, അതായത് സൺറൂഫ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സും നമുക്ക് തരുന്ന സിആർഎയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയന്റ് ആണ് പ്യുവർ പ്ലസ് വേരിയന്റ്. നമ്മുടെ എണ്ണ പെട്രോളും ഡീസലും നോക്കുന്നവർ ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്യുന്നതും ഈ പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. കാരണം ടർബോ നമുക്ക് അഡ്വഞ്ചർ പ്ലസ് വേരിയന്റ് തൊട്ടേ ടർബോ പെട്രോൾ ലഭിക്കുന്നുള്ളൂ. ഈ വാഹനം 41,000 രൂപയുടെ ROQ കിറ്റ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്ന വാഹനമാണ്. കാണാൻ പറ്റുക സിആർഐയുടെ ലെറ്ററിങ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. നമുക്ക് അഡ്വഞ്ചർ വേരിയന്റ് ഓൺവേർഡ്സ് ROQ കിറ്റിന് 96,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അത് ROQ പ്ലസ് കിറ്റ് എന്നാണ് പറയുന്നത്. അതിനകത്ത് അഡീഷണലി നമുക്ക് റൂഫിലെ കാരിയർ വരും, സൈഡ് സ്റ്റെപ്സ് വരും, പിന്നെ ഒരു ലാഡർ കൂടി വശത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ 41,000 രൂപയുടെ കിറ്റാണ്. ഈ ഒരു വാഹനത്തിൽ ശരിക്കും, അതായത് പ്യുവർ ആൻഡ് പ്യുവർ പ്ലസ് വേരിയന്റിൽ 41,000 രൂപയുടെ കിറ്റേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 96,000 കിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് സിആർഐയുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ ടാറ്റ സിആർഐയിലെ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഈ പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. കാരണം എണ്ണ പെട്രോൾ എഞ്ചിൻ നോക്കുന്നവർ കൺസിഡർ ചെയ്യുന്ന ഒരു വേരിയന്റ് ഇതാണ്. അതുപോലെ തന്നെ ഡീസലിൽ ഓട്ടോമാറ്റിക് മാനുവലും ഈ വേരിയന്റിൽ അവൈലബിൾ ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ ബുക്ക് ചെയ്യുന്നത് ഈ പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. ഈ ഒരു വേരിയന്റ് ഓൺവേർഡ്സ് ആണ് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലോയ് വീൽസ്, സൺ റൂഫ്, ബാക്കിലെ വൈപ്പർ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വേരിയന്റ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് താഴെ നമുക്ക് പ്യുവർ എന്ന് പറഞ്ഞ വേരിയന്റ് അവൈലബിൾ ആണ്. നമ്മൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്ത വേരിയന്റ് ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ഉൾപ്പെടുത്താം. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണലി ആഡ് ഓൺ ചെയ്യുന്ന പേയ്മെൻറ്റിന് വെർത്തായിട്ടുള്ള ഒരു വേരിയന്റ് എന്ന് ഈ വേരിയന്റിനെ പറയേണ്ടി വരും. ഈ വേരിയൻറ്റിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 41,000 രൂപയുടെ ROQ കിറ്റ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ആ ആക്സസറീസ് വന്നപ്പോൾ ഈ വാഹനത്തിന് റഫ് ആൻഡ് ടഫ് ലുക്ക് കിട്ടി എന്ന് പറയേണ്ടി വരും. ആ കിറ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ആണ്. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിനകത്ത് സിയാറ എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് ഈ ROQ കിറ്റിൽ വരുന്ന എല്ലാ സംഭവങ്ങളും, എല്ലാ ആക്സസറീസും ഒരു റഫ് ലുക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ആ ഒരു LED DRL കാണാം. സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള DRL. അതിൻ്റെ വശങ്ങളിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. അതും LED ആയിട്ടാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ LED ഹെഡ്ലൈറ്റ് ആണ്. സെഗ്മെൻറ്റിലെ തന്നെ സ്ലിമ്മസ്റ്റ് ഹെഡ്ലൈറ്റ് എന്ന് പറയാം. അതിന് താഴെ ഫോഗ് ലൈറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസ് ആയിട്ട് ചെയ്യാം. വേറെ ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സോ സംഭവങ്ങളോ ഫ്രണ്ട് ക്യാമറയോ ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ക്ലാഡിങ് കഴിഞ്ഞാൽ പിന്നെ ROQ കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മളുടെ ബെമ്പറിൽ കൊടുത്തിരിക്കുന്ന എക്സ്റ്റൻഷൻ. താഴത്തെ പോർഷനിലേക്ക് വരുമ്പോൾ ഒരു സ്കിഡ് പ്ലേറ്റൊക്കെ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ആ എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. രണ്ട് എൻഡിലും ഓരോ റെഡ് ഫിനിഷും വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ മെയിനായിട്ടും ഈ രണ്ട് ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് ഇൻസേർട്ടുകളാണ് വരുന്നത്. പിന്നെ ഹുഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ഇൻസേർട്ടും ഈ കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. വൈപ്പർ കാര്യങ്ങളെല്ലാം ഫ്രെയിംലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന പ്രധാന മാറ്റം, ഇതിൽ റൂഫ് റെയിൽസ് വരുന്നില്ല, അതുപോലെ തന്നെ ഫോഗ് ലൈറ്റ് വരുന്നില്ല, ഫ്രണ്ട് ക്യാമറ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിലെ കിറ്റ് 41,000 രൂപയുടെ കിറ്റാണ്. ഇനി വരുന്നത് ROQ പ്ലസ് എന്ന് പറഞ്ഞ കിറ്റാണ്. അതിന് 96,000 രൂപയുടെ അടുത്താണ് കോസ്റ്റ് വരുന്നത്. അത് ചെയ്തൊരു വണ്ടി ഇത് ഇവിടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. അതിൽ അഡീഷണലി വരുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൂഫിൽ ആ ഒരു കാരിയർ അതിനകത്ത് അഡീഷണലി വരുന്നതാണ്. ആ ഒരു കാരിയർ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. വശങ്ങളിൽ ആ ലാഡറും കാണാനായിട്ട് പറ്റും. അഡീഷണലി ഇത്രയും സംഭവങ്ങൾ ആഡ് ഓൺ ചെയ്ത് ഈ ഒരു ഫുൾ കിറ്റായിട്ട് വരുമ്പോൾ അതിന് 96,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. ബാക്ക് ടു നമ്മുടെ പ്യുവർ പ്ലസ് വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് എല്ലാ ലുക്കും നമുക്ക് നോർമൽ വണ്ടിക്ക് സിമിലറായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അലോയ്സ് കാണാനായിട്ട് പറ്റും. ഈ ഒരു വേരിയൻ്റ് ഓൺവേർഡ്സ് ആണ് നമുക്ക് അലോയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 215, 55 or 17 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. വശങ്ങളെല്ലാം നമുക്കൊരു ഗ്ലോസി ഫിനിഷിലാണ് ക്ലാഡിങ് പോകുന്നത്. പക്ഷേ അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ROQ കിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ആ ഒരു റബ്ബർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സിയാറ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ മറ്റ് ക്ലാഡിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു നമ്മളുടെ റെയിൻ ഗാർഡ് കാണാനായിട്ട് പറ്റും. അതിനകത്തൊരു ക്രോം ഇൻസേർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ക്രോം ഇൻസേർട്ട് ഈ ഒരു ബാക്ക് പോർഷനിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വശങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ഫിനിഷാണ് മെയിനായിട്ടും
വരുന്നത്. മറ്റെല്ലാം കോമൺലി എല്ലാ വേരിയൻറ്റിലും കാണുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽ ഫ്ലിപ്പ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ്. അതിനകത്തൊരു ലൈറ്റ് ഇൻഡിക്കേഷനും വരുന്നുണ്ട്. വശങ്ങളിലെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് പറ്റും. നമ്മളുടെ B പില്ലറും C പില്ലറിൻ്റെ പോർഷൻസ് എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. ഇവിടെ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ബോഡി കളർ തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ROQ കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന സിയാറ എന്ന് പറയുന്ന ബാഡ്ജിങ് ആണ്. അത് ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ വിൻഡോൻ്റെ താഴെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോയിരിക്കുന്നത് കാണാം. അതാണ് വരുന്ന പ്രധാന മാറ്റം. അതുപോലെ തന്നെ ബാക്കിലെ ബെമ്പറിലും ആ ബെമ്പർ എക്സ്റ്റൻഷൻ കാണാനായിട്ട് പറ്റും. അത് ആ ഒരു സിൽവർ ഫിനിഷിൽ തന്നെ സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ആ ഒരു റെഡ് ഇൻസെറ്റ് കാണാനായിട്ട് പറ്റും. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബാക്കിൽ വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റ് ഈ ഒരു പ്യുവർ പ്ലസ് വേരിയൻ്റ് ആണ്. വൈപ്പർ ഇവിടെ ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. D4 ഗ്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നു. D4 ഗ്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേരിയൻ്റ് ഓൺവേർഡ്സ് ആണ്. ബാക്കിലെ ഡിസൈൻ തന്നെ ചെറിയൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ഇതിന് താഴെയുള്ള പ്യുവർ വേരിയൻ്റ് ആണ് എങ്കിലും വൈപ്പർ ഇല്ലെങ്കിലും നമുക്കത് അറിയില്ല. കാര്യം വൈപ്പർ ഇതിനകത്ത് ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ വേരിയൻറ്റുകളിലും വരുന്നത്. പിന്നെ നമുക്ക് നമ്മളുടെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതെല്ലാ വേരിയൻറ്റുകളിലും സിമിലറായിട്ട് വരുന്നുണ്ട്. ഈ എൻഡ് പോർഷനിൽ നമുക്കൊരു ഇൻഡിക്കേറ്റേഴ്സും കാണാനായിട്ട് പറ്റും. ഈ ഒരു പോർഷൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഫങ്ഷൻ ചെയ്യാം. നമുക്കിവിടെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും വരുന്നുണ്ട്. ബാക്കിലേക്ക് മറ്റൊരു HD റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക്. അതുപോലെ തന്നെ നമുക്ക് പനോറമിക് സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ ഒരു പ്യുവർ പ്ലസ് വേരിയൻ്റാണ്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിപ്പമുള്ള വലിയ ബൂട്ടുകളാണ്. ബൂട്ടിലേക്ക് ഒരു ബൂട്ട് ലൈറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും കാണാനായിട്ട് പറ്റും. സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഫോൾഡിംഗ് ഒന്നും തന്നെ വരുന്നില്ല. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇതിൻ്റെ സ്പെയർ വീല് വാഹനത്തിൻ്റെ അടിയിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. സ്പെയർ വീല് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ് വരുന്നത്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോസി ഗ്രേ ഫിനിഷ് അതാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാനുള്ളത്. ഗ്രേ ഫിനിഷാണ് വരുന്നത്. ഗ്ലോസി എഫക്റ്റിൽ കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു ഫിനിഷ് കാണാം. ഇവിടെയെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് വരുന്നുണ്ട്. ഇവിടെയും സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ റിഫ്ലക്റ്റേഴ്സ് കാണാം. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. സീറ്റിനും നമ്മളുടെ ആ ഒരു ഡോർ പാഡിൽ കണ്ട സെയിം കളർ ടോൺ തന്നെയാണ് സീറ്റുകൾക്കും വരുന്നത്. ഒരു ഡുവൽ ടോൺ ഫിനിഷാണ്. ടോപ്പിൽ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം. നമുക്ക് സ്പോർട്ട് മോഡിൻ്റെ ഒരു ഓപ്ഷൻ ഡീസലിൽ വരുന്നുണ്ട്. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഹോൾഡിൻ്റെ ഒരു ബട്ടണും ഇവിടെ കാണാം. ഇത് ഓട്ടോമാറ്റിക്കാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡെഡ് പെഡലും അവിടെ കാണാനായിട്ട് പറ്റും. ഇനി പ്യുവർ പ്ലസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ലേഔട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ പ്യുവർ വേരിയൻറ്റിന് സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് യാതൊരു മാറ്റവും തന്നെ വരുന്നില്ല. അതുപോലെ തന്നെ ROQ കിറ്റിൻ്റെ ഇൻസൈറ്റ്സ് ഒന്നും നമുക്ക് അകത്ത് ലഭിക്കില്ല. ഈ ROQ കിറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പുറത്ത് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ് വരുന്നത്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷനിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. ആ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയെല്ലാം നമുക്ക് സിൽവർ ഫിനിഷ് കാണാം. ഇടതുവശമായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശം ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇതിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാനായിട്ട് പറ്റും. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റലാണ്. അതിനകത്ത് സ്പീഡോമീറ്ററും RPM മീറ്ററും എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഡ്രൈവ് മോഡുകൾ. അതിനകത്ത് നമുക്കിപ്പോൾ സിറ്റി, സ്പോട്ട് 2 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ഡ്രൈവ് മോഡുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഈ വശത്തെ ബട്ടണുകൾ ഉപയോഗിച്ചിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. മറ്റ് ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അത്യാവശ്യം ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് കൺട്രോൾ ചെയ്യാനായിട്ട് സ്റ്റിയറിംഗ് വീലിലെ ബട്ടൺസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. ആവറേജ് സ്പീഡ്, ട്രിപ്പ് ബൈ ട്രിപ്പ് പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. TPMS നമുക്ക് എപ്പോഴും ലഭിക്കുന്ന രീതിയിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഈ CRIനെ സംബന്ധിച്ച് ഈ സെൻറ്റർ സ്ക്രീൻ വളരെ ചെറുതാണ്. കാരണം നമുക്ക് അഡ്വഞ്ചർ വേരിയൻ്റ് ഓൺവേർഡ്സ് 12 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ലഭിക്കുന്നത്. ഇത് 10.1 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആണ്. ടാറ്റയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരിക്കുന്ന സിമിലർ സ്ക്രീനാണ്. അതിനകത്ത് നമുക്ക് പാർക്ക് അസിസ്റ്റ് എന്നും പറഞ്ഞ് റിവേഴ്സ് ക്യാമറ, HD ക്ലാരിറ്റി റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. അത് ഫുൾ സ്ക്രീനിൽ കാണാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. മ്യൂസിക് കണക്റ്റ് മീൻസ് നമ്മൾ USB കണക്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മ്യൂസിക് കേൾക്കാം. അത് ഈവൻ FM എന്നാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള മ്യൂസിക് കാര്യങ്ങളാണ് വരുന്നത്. വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസ് അങ്ങനെ എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു സ്ക്രീൻ എന്ന് പറയേണ്ടി വരും. അതിന് സെൻറ്റർ പോർഷൻസ് എല്ലാം നമുക്ക് ആ ഒരു ഗ്ലോസി ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു സിൽവർ ലൈൻസ് പോകുന്നത് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ് ടച്ച് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗമാണ്. ടോപ്പ് എൻഡിൽ അവിടെ നമുക്ക് സബ് വൂഫറാണ് വരുന്നത്. ഇതിനകത്തൊരു എംറ്റി സ്പേസും അതിനകത്തൊരു സിൽവർ ഫിനിഷും കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ AC കൺട്രോൾസ് കാണാനായിട്ട് പറ്റും. ഹിൽ ഡിസൈൻ കൺട്രോൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മളുടെ ഹസാർഡ് ലൈറ്റ്, ലോക്ക് ആൻഡ് അൺലോക്ക്, പിന്നെ AC കൺട്രോൾസാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഇവിടെ നമുക്കൊരു USB കണക്ട് ചെയ്യാൻ ഓപ്ഷനും 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. കപ്പ് ശരിക്കും കൈ എത്താത്ത സ്ഥലത്താണ് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് താഴെയായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എല്ലാം നമുക്ക് ബാക്കി എംറ്റി സ്പേസുകളാണ് ഡിസൈൻ്റെ ഭാഗമായിട്ട് വരുന്നത്. നമ്മളുടെ ഇത് ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. ആ ഒരു ഗിയർ ലിവർ കാണാം. അതിനകത്ത് നമ്മളുടെ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പാർക്ക് ആ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് കാണാം. അതിനകത്തെല്ലാം സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ് വരുന്നത്. അതിനകത്ത് അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റോറേജ് സ്പേസിന്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ പനോറമിക് സൺറൂഫ് കാണാം. അത്യാവശ്യം വലിപ്പമുള്ള വലിയ സൺറൂഫുകളാണ് വരുന്നത്. സെഗ്മെൻറ്റിലെ തന്നെ ബിഗസ്റ്റ് സൺറൂഫ് എന്ന് പറയാം. ഈ ഒരു വേരിയൻ്റ് ഓൺവേർഡ്സാണ് നമുക്ക് സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ സെൻട്രൽ കൺസോളിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിലാണ്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് എക്സ്റ്റൻഡഡ് ആൻഡ് മിററോട് കൂടി കൊടുത്തിരിക്കുന്നു. നമുക്ക് മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് എക്സ്റ്റൻഷനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. ലൈറ്റ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് CRIയുടെ പ്യുവർ പ്ലസ് വേരിയൻ്റ് ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്യുവർ ആൻഡ് പ്യുവർ പ്ലസ് എക്സാക്ട് സിമിലർ ആണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് സിമിലർ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആകെ വരുന്നൊരു ഡിഫറൻസ് സൺറൂഫാണ്. അതുപോലെ തന്നെ ROQ കിറ്റ് നമുക്ക് അകത്തേക്ക് പ്രത്യേകിച്ച് ഇൻസേർട്സ് കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ്. ബാക്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രിയിൽ ഡോറുകൾ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഡോർ പാഡിൽ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. സൺ ബ്ലൈൻഡ്സ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ബ്ലാക്ക് ഫിനിഷിൽ കാണാം. താഴെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗില്ല്, ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 65 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത്. രണ്ടും ടൈപ്പ് C ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാനായിട്ട് പറ്റും. സീറ്റിൻ്റെ ബാക്കറ്റിൽ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ഇൻസേർട്ട് കാണാനായിട്ട് പറ്റും. സെൻറ്റർ ആംറസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് സെൻറ്ററിലെ പാസഞ്ചറിൻ്റെ ഹെഡ് റെസ്റ്റ് ഒന്നും ഈ ഒരു വേരിയൻറ്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. 2730 mm ആണ് എൻ്റെ വീൽ ബേസ്. ആ ഒരു ഇൻറ്റീരിയർ സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഫ്ലോർ ഫ്ലാറ്റാണ്. അതുകൊണ്ട് 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. നല്ല അണ്ടർ തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. വീട്ടിലെ കൗച്ചിലൊക്കെ ഇരിക്കുന്ന രീതിയിൽ അത്രയും കംഫർട്ട് തരുന്ന സീറ്റുകളാണ് ബാക്കിൽ ലഭിക്കുന്നത്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഹെഡും ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. നമുക്കിവിടെ റീഡിംഗ് ലൈറ്റുകൾ വരുന്നു. അത് LED ആയിട്ടാണ് വരുന്നത്. ഇവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഴ്സൽ ട്രേ മിസ്സിംഗ് ആണ്. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നും ആക്സസറി ആയിട്ട് ചെയ്യാം. CRIയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഭാരത് NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. ഈ സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാർ എന്ന് പറയാം. അപ്പോൾ ടാറ്റ ആകുമ്പോൾ പിന്നെ സേഫ്റ്റിയുടെ കാര്യമൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൈൻ കൺട്രോളുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ CRIയിൽ നമുക്ക് ഈ പ്യുവർ പ്ലസ് വേരിയൻറ്റിൽ 1.5 NA പെട്രോൾ എഞ്ചിനാണ് ഒരെണ്ണം വരുന്നത്. പിന്നെ 1.5 ടർബോ ഡീസൽ വരുന്നുണ്ട്. ടർബോ പെട്രോൾ നമുക്ക് അഡ്വഞ്ചർ പ്ലസ് വേരിയൻറ്റ് തൊട്ടേ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ 1.5 NA പെട്രോളിലേക്ക് വന്നാൽ 106 HP പവർ, 145 Nm ടോർക്കുമാണ് വരുന്നത്. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ഗിയർ ബോക്സുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മൈലേജ് ഒരു 12-നും 14-നും ഇടയ്ക്ക് ലഭിക്കും. പക്ഷേ CRIയിലെ ഏറ്റവും
ലാഗി ആയിട്ടുള്ള ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ഏറ്റവും പവർ കുറവുള്ള ഒരു എഞ്ചിന് നമുക്ക് ഈ പെട്രോൾ എഞ്ചിനെ വിളിക്കാം. എടുത്തവർക്കെല്ലാം കൺസേൺ അതിന് പവർ കുറവാണ് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഡീസൽ എഞ്ചിനാണ്. അത് 1.5 ടർബോ ഡീസലാണ്. 116 HP പവറും 280 Nm ടോർക്കുമാണ് ലഭിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി 280 Nm ടോർക്കാണ്. അത് 116 HP ഉള്ളുവെങ്കിലും ടോർക്ക് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് പവർ ലാഗൊന്നുമില്ല. ഓടിക്കാൻ രസമുള്ള ഒരു ഡീസൽ എഞ്ചിൻ തന്നെ പറയാം. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. മൈലേജ് ആണ് എഞ്ചിൻ്റെ ഹൈലൈറ്റ്. ഇത്രയും വലിപ്പമുള്ള വലിയ വാഹനത്തിൽ 18 കിലോമീറ്റർ ആവറേജ് മൈലേജ് ലഭിക്കുന്ന ആളുകളുണ്ട് ആ ഡീസൽ എഞ്ചിനിൽ. കമ്പനി 22, 23 ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ ഒരു 16-നും 18-നും ഇടയ്ക്ക് നമുക്ക് ആ ഒരു എഞ്ചിൻ മൈലേജ് തരും. പിന്നെ ടർബോ പെട്രോളാണ്. അത് 1.5 ടർബോ പെട്രോളാണ്. 160 HP പവറും 255 Nm ടോർക്കുമാണ്. വിത്ത് 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ഓട്ടോമാറ്റിക്, മാനുവൽ വരുന്നില്ല. അത് ഓടിക്കാൻ നല്ല രസമുള്ള പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. സിയാറ വാങ്ങുന്നവർ ഒന്നല്ലെങ്കിൽ ഡീസൽ വാങ്ങണം മൈലേജ് നോക്കുന്നവർ, അല്ലെങ്കിൽ ആ ഒരു ടർബോ പെട്രോൾ വാങ്ങണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ, പ്രൈസ് നമ്മൾ പറയുമ്പോൾ ROQ കിറ്റിൻ്റെ പ്രൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ വാഹനത്തിൽ 41,000, മറ്റേ നമ്മൾ അതിൻ്റെ കൂടെ കാണിച്ച മറ്റു വാഹനത്തിൽ 96,000 രൂപയാണ് കിറ്റിന് കോസ്റ്റ് വരുന്നത്. നമ്മൾ പറയുന്ന പ്രൈസിൽ ROQ കിറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ സിയാറയ്ക്ക് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് പ്യുവർ പ്ലസ് വേരിയൻറ്റ് വരെ പ്രൈസ് നോക്കാം. ബേസ് സ്മാർട്ട് വേരിയൻറ്റ് പെട്രോൾ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. 11,49,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,87,000 രൂപ. ഡീസലിലേക്ക് വന്നാൽ ഡീസൽ മാനുവൽ 19,99,000, അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 15,66,000 ആണ്. 12,99,000 എക്സ്ഷോറൂം, ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,66,000. സെക്കൻഡ് വേരിയൻറ്റ് വരുന്നത് പ്യുവർ വേരിയൻ്റ് ആണ്. ആ വേരിയൻ്റ് ഓൺവേർഡ്സ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്യുവർ പെട്രോൾ മാനുവലിന് 15,65,000, അതിൻ്റെ ഓട്ടോമാറ്റിക്കിന് DCA ഓട്ടോമാറ്റിക്കാണ്, അതിന് 17,44,000 പ്രൈസ് വരുന്നത്. DCA ആണ്, DCT അല്ല. ഞാൻ ആദ്യം പറഞ്ഞത് DCT എന്നാണെന്ന് തോന്നുന്നു. DCA ഓട്ടോമാറ്റിക്കാണ്. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ 17,45,000, ഡീസൽ ഓട്ടോമാറ്റിക്കിന് 19,55,000 പ്രൈസ് വരുന്നത്. ആ വേരിയൻറ്റിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വരുന്നത് നമ്മളീ കാണുന്ന പ്യുവർ പ്ലസ് വേരിയൻ്റ് ആണ്. മാനുവൽ ആണെങ്കിൽ പെട്രോൾ മാനുവലിന് 17,44,000, പെട്രോൾ ഓട്ടോമാറ്റിക് 19,54,000, ഡീസൽ മാനുവൽ 19,55,000, ഡീസൽ ഓട്ടോമാറ്റിക് 21,37,000. നിങ്ങളീ കാണുന്ന ഇത്രയും ഫീച്ചേഴ്സുള്ള ഈ വാഹനമാണ് വാങ്ങണമെങ്കിൽ 21,37,000 രൂപയും, ഈ കിറ്റും കൂടി ആക്സസറി ആയിട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം 21,80,000 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് കോസ്റ്റ് വരും. ഇനിയും അഡ്വഞ്ചർ പ്ലസ് ഓൺവേർഡ്സ് ആണ് നമ്മുടെ ടർബോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 21,96,000 രൂപ. അപ്പോൾ ഈ വാഹനം വാങ്ങുന്ന ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷനിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള വാഹനം വേണമെങ്കിൽ ഇതിൻ്റെ അഡ്വഞ്ചർ പ്ലസ് വാങ്ങുക. അത് 21,96,000 നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് സിയാറയുടെ പ്രൈസ്. മറ്റ് വേരിയൻറ്റുകളുടെ പ്രൈസ് നമ്മളുടെ പ്യുവർ വേരിയൻറ്റിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും ചെക്ക് ചെയ്ത് നോക്കിയാൽ മറ്റെല്ലാ വേരിയൻറ്റുകളുടെയും പ്രൈസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ടാറ്റ സിയാറയൊക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഓണത്തോടനുബന്ധിച്ചാണ് വാങ്ങാൻ നോക്കുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വയ്ക്കുക. അത്യാവശ്യം ബുക്കിംഗ് ഡിലേ ഉണ്ട്. ചില വേരിയൻറ്റുകൾ കിട്ടാൻ 2 മാസത്തിൽ കൂടുതൽ ഡിലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓണത്തിന് വണ്ടി പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഫോർ ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും നമ്പർ ഉൾപ്പെടുത്താം. പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിൻ്റെ നമ്പറാണ്. സിയാറ എന്നല്ല, ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.